അതും നോക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ പിന്നെ സ്പെഷ്യൽ ടാഗോ മറ്റുള്ള എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതൊക്കെ വോട്ടിങ്ങിന്റെ സമയത്ത് ആവശ്യമില്ല. പിന്നെ വോട്ടിങ്ങിന്റെ സമയത്തിന്റെ നമുക്ക് അവസാനത്തെ സമയത്തൊക്കെ ആവശ്യം വരും. അതൊക്കെ നമുക്ക് സെക്ടർ ഓഫീസറോട് ആളൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് കളക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വോട്ടെടുപ്പ് തുടങ്ങണം, ഈ സാധനങ്ങളോ ആവശ്യമുണ്ട്. ശരി, പിന്നെ ഇത് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന സാധനം തന്നെയാണ്. ചെണ്ട നിങ്ങളെ ബൂത്തൊന്ന് കെയർ ചെയ്യുക. അതിന്റെ 100 മീറ്റർ പരിധിക്കകത്ത് ഏതെങ്കിലും ചിഹ്നങ്ങളോ മറ്റുള്ള പരിസ്ഥിതികളോ അതൊക്കെ ഉറപ്പായിപ്പിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക വെച്ചാൽ പലപ്പോഴും 1-2 അപകടങ്ങൾ മുന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ചില കുഴികള്, പൊട്ടക്കുഴികൾ മറ്റിലൊക്കെ വീണിട്ടുണ്ട്. ഒന്നും വേണ്ട. അപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മള് ലേസിപ്പോ ഒന്ന് വീണിട്ടിപ്പോ ഇന്നിപ്പോ കമ്മിറ്റാണ്ട പോയിട്ട് ഇന്നിപ്പോ നോക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ചെന്നൈക്ക് പുറത്തിറങ്ങി നോക്കുക എന്താണ് ഇതിന്റെ ചിലപ്പോൾ രാത്രി ഒന്ന് ഫോൺ വിളിക്കാൻ വിളിക്കുന്നത് സ്വസ്ഥമായിട്ട് ഭാര്യക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഭാര്യ അറിയാത്ത വേറെ ആർക്കെങ്കിലും ഒക്കെ വിളിക്കാൻ വേണ്ടിച്ച സമയത്ത് നീ വേറെ ആരും കേൾക്കേണ്ട ചിരിക്കാൻ പുറത്തേക്ക് പോകാം. അപ്പോഴേക്കാൻ ഇതൊക്കെ പറ്റുക പറയണ്ട, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോ ബി കെയർ കേട്ടോ, ഒന്ന് ചുറ്റോട്ടൊന്ന് നിരീക്ഷിക്കുക. ഓക്കെ, അങ്ങനെ സ്ലോഗൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് നമ്മൾ ആ സമയത്തൊന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ വി പാറ്റിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് വരത്തക്ക രീതിയിൽ വി പാറ്റ് വെക്കാതിരിക്കും. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇതിനകത്ത് നമ്മൾ ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ കാൻഡിഡേറ്റ്സിന്റെ ഈ പേര് എഴുതിയിട്ട് നമ്മൾ ആ നോട്ടീസ് ബോർഡ് വെക്കുക. ഇത് നോട്ടീസ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രദേശം ഏതാ വെച്ചാൽ നിങ്ങൾക്ക് LP സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ ഏതാ വെച്ചാൽ അത് അല്ലെങ്കിൽ അംഗനവാടിയൊക്കെ അതിന്റെ പേര് സ്ഥലം എഴുതിക്കുക. ഇത് നമ്മളെ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ഇരിക്കണമൊക്കെ ഒഴിഞ്ഞാൽ ഇരിക്കുകയാണ്. ബാക്കി നമ്മൾ പോളിംഗ്, ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ്. അതിന്റെ പിറകിലായിരുന്നു ആയിരിക്കേണ്ടത് പോളിംഗ് ഏജൻസി. അവരുടെ പുറകിൽ, ഇതിന്റെ പുറകില് ഫസ്റ്റ് പോളിംഗിന്റെയും സെക്കൻഡ് പോളിംഗിന്റെയും തേർഡ് പോളിംഗിന്റെയും പിറകിലായിരിക്കണം പോളിംഗ് ഏജൻസി. ഇതൊക്കെ നമുക്ക് അറിയണം തന്നെയാണ്. പിന്നെ അവിടുന്ന് തേർഡ് പോളിംഗിന്റെ കൺട്രോളിലേക്കാണ് നമ്മളെ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവുക. ആ കൺട്രോൾ യൂണിറ്റിന്റെ അവിടുന്ന് 5 മീറ്റർ പരമാവധി ദൂരത്തെ എന്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ വയറിന്റെ നീളം 5 മീറ്റർ ആണ്. ഓക്കെ, ശരി. അത് പരമാവധി തട്ടിത്തടയാത്ത രീതിയിൽ അവിടെ അങ്ങനെ വന്ന് ആൾക്കാർ വന്നിട്ട് പോകുമ്പോൾ തട്ടിത്തടയാത്ത രീതിയിൽ വയറ് തട്ടിത്തടയാതെ പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ വയറ് തട്ടിത്തടഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന്റെ വേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നോക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അന്ന് തന്നെ ചെന്നൈക്ക് രാത്രി നമ്മളെല്ലാവരും കൂടെ 4 പേരൊന്നും ഇരുന്നതിന് ശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നിങ്ങൾക്ക് ഇന്ന ഡ്യൂട്ടിയാണ്, സെക്കൻഡ് പോളിംഗ് ഓഫീസർ നിങ്ങൾക്ക് ഇന്ന ഡ്യൂട്ടിയാണ്, തേർഡ് പോളിംഗ് ഓഫീസർ നിങ്ങൾക്ക് ഇന്ന ഡ്യൂട്ടിയാണ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് നമ്മൾ എന്തായാലും ക്ലാസ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. കാരണം നിങ്ങൾ ആരാണ്? നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറാണ്. ആ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനകത്തൊരു അവഗാഹം ഇല്ലാത്തുണ്ടെങ്കിൽ പണി പാടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറാണ്, എന്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ധൈര്യം, ഒരു എന്താണ് മനക്കട്ടി നിങ്ങളതിനകത്ത് വന്നിട്ട് പിന്നെ സ്മൂത്തായി പോയി. അപ്പൊ അവരുടെ ഡ്യൂട്ടി പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ. അപ്പോ പിന്നെ പോളിംഗ് ഏജൻസി വരികയാണെങ്കിൽ അവർക്കുള്ള പാസ് കൊടുക്കുക. പിന്നെ EVM സെറ്റ് ചെയ്ത് വെക്കുക. മോപ്പോള് നമുക്ക് രാവിലെ നേരത്തെ നടത്തണം. പരമാവധി നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് 1.5 മണിക്കൂർ മുമ്പാണ്. അപ്പൊ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് പോള്? 7 മണിക്കല്ലേ. അതിന്റെ 1.5 മണിക്കൂർ പിറകോട്ട് പോയി. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം? അപ്പോ 5 മണിക്ക് തുടങ്ങും. 5 മണി എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ 5 മണിക്ക് അവിടെ എത്തും. എത്തിയിട്ടുണ്ടെങ്കിൽ സംഭവം തുടങ്ങുക. എത്ര മോക്ക് ബോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നോക്കൊക്കെ എങ്ങനെയാണ് ബാക്കി സ്റ്റെപ്പ്. ഇതിന് പോളിംഗ് ഏജൻസ് ആരൊക്കെ നോക്കാം. അതിനകത്ത് ആ മണ്ഡലത്തിലുള്ള ഒരാളാവണം. പിന്നെ അറ്റ് എ ടൈം 3 പേർക്ക് കൊടുക്കാം. പക്ഷെ ഒരാൾക്ക് മാത്രമേ പോളിംഗ് ബൂത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത ആൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. അല്ലാതെ 3 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവർ പോണ സമയത്ത് നമ്മൾ മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നിങ്ങളെ ബാധ്യതയാണ്. പിന്നെ മൂവ്മെന്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ പോളിംഗ് ഏജൻസി ആണ് ഈ പറയുന്ന സാധനം. പോളിംഗ് ഏജൻസി ഷാൾ നോട്ട് ബി അലൗഡ് ടു ടേക്ക് എന്താണ് സെല്ലുലാർ ഫോൺസ്. കണ്ടോ, സെല്ലുലാർ ഫോൺ ഉപയോഗിക്കരുത്. അതിന്റെ കൂട്ടത്തിൽ വേറെ കാര്യം പറയുന്നത്, ഈ അവരുടെ കയ്യിൽ വോട്ടർപട്ടി ഉണ്ടാവും, വോട്ടർപട്ടിയിട്ട് പുറത്തു പോകാനും അനുവദിക്കും. അവർ സ്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ കരുതി പോയിക്കോട്ടെ, പക്ഷെ വോട്ടർപട്ടിയിട്ട് പുറത്തു പോകാനും അനുവദിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതാണ് അവരുടെ മൂവ്മെന്റ് ലിസ്റ്റ്. ആ മൂവ്മെന്റ് ഷീറ്റിൽ നിങ്ങൾ ഇത്തരത്തില് കാര്യങ്ങൾ ഇടണം. ആര് വന്നു, ആര് പുറത്ത്, ഈ സമയത്ത് പോയി, ഈ സമയത്ത് തിരിച്ചു വന്നു, ഈ കാര്യങ്ങൾ. ഇനി പോളിംഗ് ഏജൻസ്, അത് ഈ പോളിംഗ് ഏജൻസി ഇരിക്കണ്ടേ? അതിപ്പോ നമുക്കറിയാം. നാഷണൽ പാർട്ടികളാണ് ആദ്യം, സെക്കൻഡ് ഇങ്ങനെ ഇഷ്ടം നമുക്കറിയാം. ഇപ്പൊ നമ്മള് എക്സ്പീരിയൻസ് നമ്മള് പിന്നെ ഓരോ പിന്നെ എന്താണ് പോളിംഗിന്റെ ഡേയില് ബൂത്തില് ഇവര് എല്ലാവരും ഇടകാലത്തിന് ഇരിക്കുന്നു. അവര് സൗഹൃദത്തോടെ എല്ലാവരും ഇരുന്നിട്ട് അതൊരു വിഷയമല്ല.
അവിടെ അങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വാശി നിൽപ്പിക്കണ്ട. നിങ്ങൾ ആരാണ് നാഷണൽ പാർട്ടി, ആരാണ് കേരളത്തിലെ മാത്രം പാർട്ടി എന്ന് വെച്ചിട്ടൊന്നും നമ്മൾ വാശി പിടിക്കണ്ട. അവരിരുന്നോട്ടെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ശരി, പിന്നെ ഇനി നമുക്ക് ഇവരുടെ ഡ്യൂട്ടി നോക്കുക. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ ഡ്യൂട്ടിന്റെ അടുത്ത് പറയണത് എന്താ? ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി ഒന്ന് മാർക്ക് കോപ്പിയുടെ കസ്റ്റോഡിയൻ അയാളാണ്. ഏത് മാർക്കഡ് കോപ്പി ഇലക്ട്രോൾ ഉണ്ടല്ലോ, അതിന്റെ കസ്റ്റോഡിയൻ മൂപ്പരാണ്. രണ്ടാമത്തെ എന്താണ്? ഇവരുടെ ഇപ്പൊ ഞാനൊരു വോട്ടറായിട്ട് നിങ്ങളുടെ ബൂത്തിലേക്ക് വന്നാൽ എന്റെ ഐഡിയോ അല്ലെങ്കിൽ എന്റെ ഈ ഒഫീഷ്യൽ ഐഡിയോ വായിച്ചിട്ട് ആളെ ഉച്ചത്തിൽ വായിക്കേണ്ട ചുമതല ആർക്കാണ്? ഈ ID കാർഡ് വെച്ചിട്ട് വായിക്കേണ്ട ചുമതല ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ കാര്യം പറഞ്ഞു, അയാൾക്ക് ശബ്ദം ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡോ തേർഡിനെ മാറ്റി ഇതിനോട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം നമുക്ക് ആ സ്മൂത്തിങ് പരിപാടി വളരെ സ്മൂത്ത് ആയിട്ട് പോകണം. ആ പരിപാടി യാതൊരു തടസ്സമില്ലാതെ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ വായിക്കാൻ പറ്റുന്ന ഒരാളെ മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല. തേർഡായിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ. പിന്നെ എന്താ പറഞ്ഞത്? അയാളാണ് റീഡ് ഔട്ട്. നോക്കിയൊക്കെ ഉച്ചത്തിൽ വായിക്കണം, സീരിയൽ നമ്പർ വായിക്കണം, പേര് വായിക്കണം, ഇലക്ട്രോണിന്റെ നമ്പർ വായിക്കണം, ഇത്തിരി വായിക്കണം. ഇത്തിരി വായിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അയാളുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണോ? ഈ മാർക്കഡ് കോപ്പിയിൽ മാർക്ക് ചെയ്യണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്? ഇത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ പറയണ കുറച്ച് ID കാർഡുകളുണ്ട്. ഇത് നമുക്ക് എല്ലാ കൊല്ലം പറയേണ്ടതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അടക്കം ഉപയോഗിക്കാന്ന് പറയുന്നത് ഇത്തരത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. നോക്കിയപ്പോ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? അത് നിങ്ങൾ ശീലിച്ച ആൾക്കാരുണ്ടാവും, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും നോക്കുക, നമ്മള് ഒരു ജെൻസ് വന്ന് നോക്കുക. ഒന്നാമത്തെ ആള് ജെൻസ് ആണ്, ക്രോസ് ചെയ്തിട്ട് വരെ മാത്രമേ വരച്ചുള്ളൂ. പക്ഷെ നാലാമത്തെ ആള് ഫീമെയിൽ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ക്രോസ് ആയ വാക്സിന്റെ കൂട്ടത്തിൽ സീരിയൽ നമ്പറിൽ നിന്ന് റൗണ്ട് ചെയ്തിട്ടു, അല്ലേ? അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നാല് EDC മാർക്ക് ചെയ്തിട്ടുണ്ട്, PB മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു നക്ഷത്ര ചിഹ്നം കാണുന്നു. കണ്ടോ? ആ നക്ഷത്രത്തിന് പറഞ്ഞാല് അത് T എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. T മീൻസ് ട്രാൻസ്ജെൻഡർ. ഇനി നിങ്ങൾ അതിനകത്ത് ബുദ്ധിമുട്ടണ്ട. നമ്മുടെ മങ്കട പെരിന്തൽമണ്ണ മണ്ഡലത്തില് മങ്കട മാത്രം ഒരു ട്രാൻസ്ജെൻഡർ. മങ്കട മണ്ഡലത്തിൽ മാത്രം ഒരു ട്രാൻസ്ജെൻഡർ. ഏത് ബൂത്തിലാച്ചാൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഡോണ്ട് വറി. അതിനകത്ത് വേറെന്തൊരു ഭാഗ്യത്തിന് ഈ കട്ടകാലത്തിന് നിങ്ങൾ ഇരിക്കുന്ന ബൂത്തിലാണ് അത് ഒന്നും അല്ല. അത് ഒന്നാമത് അവരുടെ ID കാർഡിനകത്ത് ഉണ്ടാവും. രണ്ടാമത്തത് അവരുടെ ഈ വോട്ടർ പട്ടികയിൽ മാർക്ക് കോപ്പിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മള് അത് ലാസ്റ്റ് ഇട്ടുണ്ടാവും, അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, നമ്മളിത് ഇയാൾ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പഴയത് ഒന്ന് നമ്മൾ ക്രോസ് മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ റെഡിങ് കൊണ്ട് നമ്മളിത് എന്ത് ചെയ്യാം? ഒരു സ്റ്റാർ. ഓക്കെ അല്ലോ. അപ്പൊ മങ്കട മണ്ഡലത്തിന് മാത്രം ഒന്ന് മങ്കട. പിന്നെന്താ അതിന് നല്ല ഫോട്ടോ വരും. അതിന് വേണം ഫോട്ടോ വന്നിട്ട് തന്നെ ID കാർഡ് കൊടുക്കും. ഫോട്ടോ ഉണ്ടാവും. അതൊക്കെയാണ്. ഓക്കെ ആയോ? T വന്നാൽ മങ്കട മണ്ഡലത്തിൽ മാത്രമേ ഒന്നുള്ളൂ, പെരിന്തൽമണ്ണ ഇല്ല. ഞാനിതിൽ പറയുന്നത് വെച്ചാല് പെരിന്തൽമണ്ണ ERO നമ്മളെ ദാസരാണ്. അപ്പൊ ദാസര അവിടുന്ന് ഉള്ള കണക്ക് മൊത്തം എന്റെ കയ്യിലുണ്ട്. എത്ര വോട്ടർമാരുണ്ട്, എത്ര പിന്നെ ബൂത്ത് ഉണ്ടെന്നുള്ളത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 182 ബൂത്തും മങ്കട മണ്ഡലത്തിൽ 178 ബൂത്തും. ബാക്കിയുള്ള നമ്മൾ ERO ആയിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ എടുക്കാം, അത് കുഴപ്പമില്ല. ട്രെയിനിങ് സമയത്ത് നമുക്ക് നമ്മളെ കാര്യം നോക്കിയാലുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? അയ്മക്ക് എല്ലാവരും പോയിട്ടുണ്ട്. PB തന്നെ പോസ്റ്റൽ ബാലറ്റ്. ഇനി രണ്ടാമത്തെ ആളെ ഡ്യൂട്ടി എന്താ? രണ്ടാമത്തെ ആളെ ഡ്യൂട്ടിയാണ് അയാളെ കസ്റ്റോഡിയനാണ് ഏത്? മഷീഡ്. ഇതൊരു മഷി കുപ്പിയില്ല, അതിന്റെ കസ്റ്റോഡിയൻ മൂപ്പരാണ്. മൂപ്പർക്ക് അധികാരമുള്ള എന്താണ്? ഈ വരുന്ന വോട്ടർമാരുടെ പേരിലുമോ മഷി പറക്കാനുള്ള അധികാരം മൂപ്പർക്ക്. ശരി, എന്റെ ചോദ്യം, നിങ്ങളാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ ചെറിയൊരു ആശങ്കയുള്ള ആളാണ്. സർ, ഞാൻ ഏത് വല്ലതും മഷി വരക്കുന്നുള്ള ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളാണ്. അപ്പൊ മൂപ്പരത് പഠിപ്പിച്ചു കൊടുക്കണ്ട നമുക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ചോദ്യം, ഞാനാണ് നിങ്ങളെ ബൂത്തിലേക്ക് വന്ന ഒരു വോട്ടറാണ്. ഞാൻ നോർമൽ വോട്ടറാണ്. നോർമൽ വോട്ടറായിട്ട് ഞാൻ കയറി വരുമ്പോൾ എന്റെ ഏത് വരലും നിങ്ങൾ മഷി വരണം. ഇടത്തെ കൈയിന്റെ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവരലാണ് നോർമൽ വോട്ടർക്ക് നിങ്ങൾക്ക് വോട്ട് മഷി പുറത്താനുള്ള അധികാരമുണ്ട്. ശരി, ഞാൻ വോട്ട് ചെയ്ത് പോയി.
ഞാൻ ഉച്ചക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ വരും. ഫസ്റ്റ് പോളിംഗ് ഓഫീസറും ഞാൻ ചിലപ്പോ നേരത്തെ വോട്ട് ചെയ്തു വരും. നമുക്ക് ഇനി നമ്മുടെ കാര്യം പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ആ ബൂത്തിലേക്ക് പിന്നെ പ്രവേശനം ഉണ്ടോ? ആ കമ്പാനിയിലേക്ക് വരാം പിന്നെ പറ്റുമോ? പിന്നെ കള്ളവോട്ടല്ലേ അല്ല, നോർമലായിട്ട് കള്ളവോട്ടൊന്നും ചെയ്യാതെ ഇപ്പൊ നിങ്ങള് പ്രിസൈഡിംഗ് ഓഫീസർ നിങ്ങളെ ബൂത്തിലേക്ക് ഞാൻ വരികയാണ്. എനിക്ക് എത്ര പ്രാവശ്യം നിങ്ങൾ ആക്സസ് ചെയ്തു? 2 പ്രാവശ്യം. ശരി, ആ മേഡം പറഞ്ഞു 2 പ്രാവശ്യം. ബാക്കി സാറാണെങ്കിലോ 2 പ്രാവശ്യം. വേറെ ഇനി അതർ ആക്സസ് സജന ടീച്ചറെ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ആ അത് വരുന്നു, പുതിയ ഉത്തരം വരുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? ഇതെന്താ പറയാ? പ്രോക്സി. അപ്പൊ പ്രോക്സി ആണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പൊ എന്താ അറിയോ, നിങ്ങൾ മനസ്സിൽ കേൾക്കുന്നത് ഞാനത് കാണിച്ചു ഇറങ്ങുന്നതിന് വേണ്ടാണ്. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് നിങ്ങളെ ബൂത്തിലേക്ക് 3 പ്രാവശ്യം എൻട്രി കൊടുക്കും. 3 പ്രാവശ്യം എൻട്രി കൊടുക്കുന്ന 3 പേരിലും നമുക്ക് മഷി പറക്കണം. 3 പേരിലും മഷി പറ്റിട്ട് പിന്നെ ആ പരാതി കയറി വരികയാണെങ്കിൽ കൊടുത്തൊക്കെ പറഞ്ഞു അതിനൊപ്പിരുന്നു. അപ്പൊ എപ്പോഴേ ഈ അതിന് മുന്നേ നമുക്ക് തോന്നുന്നു അയാൾ മഷി പറയണം. അയാളെ കയ്യിലാണ് 17 ഇയർ രജിസ്റ്റേർഡ്. അയാളെ ആ 17 ഇയർ രജിസ്റ്റേർഡ് അയാൾ ഒപ്പ് വാങ്ങിപ്പിക്കണം. പിന്നെ വോട്ടർ സ്ലിപ്പും കൊടുക്കണം. ഇത് ഇത്രയേ ഉള്ളൂ ആർക്കുള്ള പണി. സെക്കൻഡ് പോളിംഗ് ഓഫീസർ. ഇനി മഷി പറഞ്ഞ എവിടെയെങ്കിലും അപ്പൊ 3 പേരിലും പറഞ്ഞല്ലോ. ആ 3 പേരിൽ എങ്ങനെ നോക്കാം? അതിന് കൺഫ്യൂഷൻ വേണ്ട. ഒരാൾക്ക് നിങ്ങളെ ബൂത്തിലേക്ക് 3 പ്രാവശ്യം കയറി വരാം. ആ 3 പ്രാവശ്യം എങ്ങനെ നോക്കാം? ഒന്ന് നോർമൽ വോട്ടർ എന്താ എങ്ങനെ നോക്കാം? സെക്കൻഡ് പോളിംഗ് ഓഫീസർ നോർമൽ വോട്ടർ ആണെങ്കിൽ ഇടത് കൈയുടെ ചൂണ്ടുവരുന്നത് ഓക്കെ അല്ലോ, അത് കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ ഇടത് കൈയുടെ മിഡിൽ ഫിംഗർ നടുവിരലാണെങ്കിൽ ആർക്ക്? പ്രോക്സി വോട്ടർ. ഏതാരെന്നുള്ള ആശങ്ക വേണ്ട. പ്രോക്സി വോട്ടർ ആരായിരുന്നു? ഇപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങളെ അനിയനോ നിങ്ങളെ പെങ്ങളെ മകനോ നിങ്ങളെ ജ്യേഷ്ഠന്റെ മകനോ ആരെങ്കിലും ആർമിയിലുണ്ടെന്ന് വെച്ചോ. ആർമിയിലുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യണം. അവർ ആ വോട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല, വോട്ട് ചെയ്യണം. നിങ്ങളെ ഉത്തരവാദപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരണം. ആ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രോക്സി വോട്ടർ. ഓക്കെ അല്ലോ? നിങ്ങളെ വിളിക്കുന്ന പേര് പ്രോക്സി വോട്ടർ. ആ പ്രോക്സി വോട്ടർ എന്ത് ചെയ്യണം? അയാളെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറിൽ വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ പ്രോക്സി എത്ര കാലം വരെ നിലനിൽക്കും? ആ ചോദ്യങ്ങളില്ല. അപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്തപ്പെടുന്നല്ലോ. നിങ്ങൾക്ക് എത്ര കാലം വരെ അത് വെച്ചിട്ട് ആ പ്രോക്സി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സബ്ജക്റ്റിന് വോട്ട് ചെയ്യാൻ പറ്റും? 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു ഇലക്ഷന് മാത്രമേ പറ്റുള്ളൂ ടീച്ചർ? ഒരു ഇലക്ഷന് മാത്രമേ പറ്റുള്ളൂ? അറിയില്ല. അങ്ങനെ ഉണ്ടോ? ഒരു ഇലക്ഷന് മാത്രമേ പ്രോക്സിക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അല്ല, ഞാൻ ഇപ്പൊ പറയാം. ഇപ്പൊ നമ്മള് 24 25 ഇലക്ഷൻ നടക്കുമ്പോൾ 26 ഇലക്ഷൻ നടക്കുമ്പോൾ 24 ഇപ്പൊ ടീച്ചർ ഉത്തരവാദിത്തപ്പെട്ട് പ്രോക്സി ആയിട്ട് സർട്ടിഫിക്കറ്റ് തന്നു അനിയൻ വെച്ചാൽ അനിയന്റെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മാഡത്തിന് 25 ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും 26 നിയമസഭ ഇലക്ഷനും വോട്ട് ചെയ്യാൻ പറ്റും എന്ന ചോദ്യം. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ പ്രോക്സി മരണപ്പെടണം, ഇന്നത് അസാധുവാണ്. 2, പ്രോക്സി തന്ന ആളുണ്ടല്ലോ അയാളത് അസാധുവാക്കണം. 2 ചോയ്സ് മനസ്സിലായല്ലോ. ഒന്ന്, പ്രോക്സി മരണപ്പെടുന്നവരെ. 2, ആ പ്രോക്സി അത് അസാധുവാക്കണം. അതുവരെ ആ പ്രോക്സി എന്താണ്? ഓക്കെ അല്ലോ? ശരി. ഇനി മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തത് വലത് കൈയിന്റെ ചൂണ്ടുവര. അതെപ്പോഴാ? കമ്പാനിയൻ ഉണ്ട്. നമ്മുടെ വീട്ടില് കണ്ടു കാണാത്ത ഒരാളുണ്ട്, അയാളെ കമ്പാനിയൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ വേറൊരു ചോദ്യം, യഥാർത്ഥ വോട്ടർ മഷി എവിടെ പറഞ്ഞത്? അതെങ്കിൽ പുറത്താതെ വിട്ടാൽ മതി. യഥാർത്ഥ വോട്ടർ എന്ത് ചെയ്യേണ്ടി വരും? ഇടത് കഴിഞ്ഞ് ചൂണ്ടുവരലും പറയണ്ടേ? എന്നാലും അയാൾ വോട്ട് ചെയ്തു തന്നെയുള്ളൂ. കമ്പാനിയനായിട്ട് വരുന്ന ആളെന്ത് ചെയ്യണം?
ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ. അപ്പൊ 3 വിരലുമേ ആയോ? ഇനി 3 വിരലുമേ അവിടെ കണ്ട ഒരാളെ പിന്നെ കണ്ട അപ്പൊ നമ്മളെ കളി സ്വഭാവം അത് വേണം. അത് വേണം. പിന്നെ കമ്പാനിയായിട്ട് വന്ന ആൾ, ഇപ്പൊ ഞാൻ കമ്പാനിയായിട്ട് വന്നു അപ്പൊ ഇന്ന ഈ കൈമ വേണം. ഞാൻ പ്രോക്സി ആയിട്ട് വന്നു അപ്പൊ ഇതിമ വേണം. ഞാൻ ഒറിജിനൽ വോട്ടറായിട്ട് വന്നു അപ്പൊ ഇത് വേണം. അപ്പൊ 3 റെഡി ആയല്ലോ. റെഡി. ശരി. അപ്പൊ മഷി പുരട്ടിൽ നമുക്ക് പഠിക്കും. ഇനി 4ാമത്തെ വിരലിന് മഷി പുരട്ടുന്നതായിട്ട് ഇയാൾ വരികയാണെങ്കിൽ പിന്നെ നമ്മള് അല്ലെങ്കിൽ ബി പി ഉള്ള ഒരാളാണ്. അന്ന് കട്ടക്കാലത്തിന് ബി പിയുടെ ഗുളിക കഴിച്ചിട്ടില്ല. പിന്നെ നമുക്കുള്ള ബി പി പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ. പോലീസ് ധൈര്യപൂർവ്വം ഏൽപ്പിക്കില്ല. ഓക്കെ അല്ലോ. ശരി. മംഗളിയില് പ്രോക്സിയുടെ കണക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല. വരും അതിനെ കുറിച്ചൊന്നും ബേജാറാണ്. പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ചെറിയൊരു പണി കഴിയുന്നു. എന്താ പണി എന്നറിയോ? 17 ഇയർ ഏജ് ആരാ മെയിൻറ്റെയിൻ ചെയ്യാ? സെക്കൻഡ് പോളിംഗ് ഓഫീസർ അല്ലേ? ശരി. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ 17 ഏഴ് ഒരു സാധനം എഴുതും. മോക്ക് പോൾ കഴിഞ്ഞിട്ട് എത്ര മോക്ക് പോൾ ചെയ്യണം? അതിന്റെ മുന്നേ തേർഡ് പോളിംഗ് ഓഫീസറെ കാര്യം പറയാം. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് മോക്ക് പോൾ വരാം. തേർഡ് പോളിംഗ് ഓഫീസറെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. തേർഡ് പോളിംഗ് ഓഫീസർ ഇയാളാണ് കൺട്രോൾ യൂണിറ്റിന്റെ അധികാരി. ബാലറ്റ് അമർത്തിയിട്ട് വോട്ട് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട അധികാരി ആരാണ്? തേർഡ് പോളിംഗ് ഓഫീസർ. അത് മാത്രമല്ല അയാൾ ഒരു കാര്യം ചെയ്യണം. ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഈ കൈയിന്റെ ഈ ചെങ്ങയുടെ കയ്യിലോ മറിച്ച് പൊട്ടിക്കണമെന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു സംഗതി ഇയാളുടെ ഉത്തരവാദിത്തം. ഒന്ന്. രണ്ടാമത്തെ വോട്ടർ സ്ലിപ്പ് വാങ്ങിക്കേണ്ട ചുമതലയാണ്. വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്? വാങ്ങിച്ചിട്ട് 50-50 ബണ്ടിലാക്കിയിട്ട് വെക്കണം. ഓക്കെ അല്ലോ. അപ്പൊ തേർഡ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി ഉണ്ട്. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടിയുടെ പറഞ്ഞല്ലോ. ആ പറഞ്ഞ ഡ്യൂട്ടി ചെയ്യേണ്ട മുന്നേ നമുക്ക് ഈ മോക്ക് പോളിന്റെ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞു. ഇവിടെ പറഞ്ഞെന്താണ്? ഇവിടെ പറഞ്ഞത് 1 90 മിനിറ്റ്സ് ബിഫോർ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2 പോളിംഗ് ഏജന്റ് ഇവരൊക്കെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പോളിംഗ് പിന്നെ നമ്മുടെ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിച്ചാൽ മതി. ഓക്കെ. അതിനുള്ള അധികാരം തന്നെ. ഓക്കെ. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പ് പോയി കേട്ടോ. എത്ര വോട്ട് ചെയ്യണം നോക്കി വെക്കാം. നോക്കാം. 1ാമത്തെ സ്റ്റെപ്പ് മുതൽ ഇങ്ങനെ നോക്കി വെക്കുക. ഇതിന് ശേഷം പ്രസ് ആദ്യം ക്ലിയർ എന്നതിന് ശേഷം 0 ആക്കുക. കൺട്രോൾ ചെയ്തിട്ട് അതിനുശേഷം 0 കണ്ടതിന് ശേഷം വിവിപാറ്റ് എം ടി ബോക്സ് കാണിച്ചു കൊടുക്കുക. അതായത് വിവിപാറ്റ് തുറന്നിട്ട് അതിന് ഡ്രോപ്പ് ബോക്സ് തുറന്ന് കാണിച്ചു കൊടുക്കുക. ഏജന്റുമാർക്ക് അതിനകത്ത് ഒന്നുമില്ലെന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചിട്ട് എന്ത് ചെയ്യാം? 50 വോട്ട് ചെയ്യും. ആർക്കടക്കം? നോട്ടക്കടക്കം. അപ്പൊ എന്ത് ചെയ്യാം? ഇപ്പൊ 4 കാൻഡിഡേറ്റാണ് മലപ്പുറത്ത് മത്സരിക്കുന്ന വെച്ചോളൂ. 50 നിർബന്ധമാണ്. അതിന് എക്സ്ക്യൂസ് ഇല്ല. 4 പേരാണ് മത്സരിക്കണോ. 5ാമത്തെ ആളായിരിക്കും നോട്ട. നിങ്ങൾ എന്ത് ചെയ്യാം? 5 കോളം വരയ്ക്കാം. അതിനകത്ത് നിങ്ങൾ ഈ ക്വിസ് മത്സരത്തിനൊക്കെ ടാലി ചെയ്യണ വരക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസറോടും ഏജന്റുമാരോടും അവിടെ നിൽക്കുക. തേർഡ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്യാം? ബാലറ്റ് കൺട്രോൾ യൂണിറ്റിൽ അമർത്തി കൊടുക്കുക. 50 അമർത്തി കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഇത് ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ നമ്മളെ തേർഡ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? ഓരോന്നിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോരണം 50 ആയോ എന്നുള്ളത്. നമ്മളുടെ അതും തേർഡ് പോളിംഗ് ഓഫീസർ അത് ചെയ്യാം. ചെയ്തതിന് ശേഷം നോട്ടക്കടക്കം 50 ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പോളിംഗ് ഓഫീസർ പറയാം, സർ 50 ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ പറയാം, എന്നാൽ നമ്മളത് ക്ലോസ് ചെയ്യണം. ഏത് കൺട്രോൾ യൂണിറ്റ് ക്ലോസ് ചെയ്യണം. എന്നാൽ നമുക്കിതിന്റെ റിസൾട്ട് നോക്കില്ലേ? റിസൾട്ട് ബട്ടൺ അമർത്തി അതിന്റെ നമ്മളെ കൺട്രോൾ യൂണിറ്റിൽ ഓരോന്നിങ്ങനെ പിന്നെ മിന്നി പോന്നിട്ട് കാൻഡിഡേറ്റ് വന്ന് ഇത്ര വോട്ട്, കാൻഡിഡേറ്റ് ഇത്ര വോട്ട്, കാൻഡിഡേറ്റ് 5 ഇത്ര വോട്ട് എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോഴേക്ക് നമ്മളെ വിവിപാറ്റ് തുറന്നിട്ട് നമ്മൾ അതിന്റെ സ്ലിപ്പ് എടുക്കണം. നമ്മൾ എത്ര വോട്ട് ചെയ്ത്? 50. സ്ലിപ്പ് ഇങ്ങനെ എണ്ണുമ്പോൾ 57. സർ കള്ളവോട്ട് എന്ന് ആദ്യം പറയാൻ നിൽക്കരുത്, പെൻഷൻ വേണ്ട. 7 എണ്ണം നമ്മുടെ മെഷീനൊക്കെ റെഡിയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള 7 സ്ലിപ്പാണ്. അതിന്റെ ലൈറ്റ് റെഡിയല്ലേ, അതിന്റെ കട്ടർ റെഡിയല്ലേ, അതിന്റെ കോൺട്രാസ്റ്റ് റെഡിയല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള 7 സ്ലിപ്പാണ്. ആ 7 മാറ്റി വെച്ചതിന് ശേഷം സോർട്ട് ചെയ്യാം.
ഒന്നാമത്തെ ചിഹ്നം, രണ്ടാമത്തെ ചിഹ്നം, മൂന്നാമത്തെ ചിഹ്നം, നാലാമത്തെ ചിഹ്നം ഇങ്ങനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിനു ശേഷം 3 ടാലിയ. എന്തൊക്കെ 3 ടാലിയത്? ഒന്ന് കൺട്രോൾ യൂണിറ്റിൽ കിട്ടിയ റിസൾട്ടും ഈ വി പാറ്റിന് കിട്ടിയ റിസൾട്ടിന്റെ ടാലിയ. മൂന്നാമത്തെ ഏതാ പറഞ്ഞത്? നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു A4 ഷീറ്റിനകത്ത് വരച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയതോ, അതും കൂടെ 3 വെച്ചിട്ട് ടാലിയ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അതിനകത്ത് കൗണ്ടിങ്ങിൽ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ARO ടീമിന് ഓക്കെ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ എല്ലാ VV പാറ്റ് സ്ലിപ്പിന്റെ പിറകിൽ നിങ്ങൾക്ക് സീൽ അടിക്കാനുള്ള സീൽ ഉണ്ടാവും. മോക്കോൾ എന്ന് പറഞ്ഞിട്ട് സീൽ ഉണ്ടാവും. ആ സീൽ അടിക്കുക. ഒരു കറുത്ത ഒരു കവർ തന്നിട്ടുണ്ടാവും. ആ കവറിൽ ഇടുക. കവറിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിനകത്ത് വെച്ചിട്ട് ഒരു സീൽ ഇടും. അപ്പോൾ മോക്കോൾ അവസാനിപ്പിച്ചു. അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ ആയല്ലോ. അതിനകത്ത് നമ്മുടെ ഏജന്റുമാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അപ്പൊ മോക്കോൾ അവസാനിച്ചു. നമ്മൾ ഇവരോട് പറയണേ 7 മണിക്ക് നമ്മൾ പരിപാടി ആരംഭിക്കുക. 10 മണിക്ക് നമ്മളെ കൗണ്ടിങ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം 7 മണി. അപ്പൊ അതിന്റെ മുന്നേ ഇവരോട് പറയണം എന്താണ് 7 മണിക്ക് നമ്മൾ പരിപാടി ആരംഭിക്കുമ്പോ. അപ്പൊ ഇങ്ങനെ 2 കുട്ട കൂട്ടുക. അപ്പൊ ചിലപ്പോൾ അപ്പൊ തന്നെ ആദ്യത്തെ വോട്ട് എന്നിട്ട് അവിടെ ആളുകൾ കാത്തിട്ടുണ്ടാവും അല്ലെ, എല്ലാ ബൂത്തിലുണ്ടാവും. 7 മണിയായപ്പോ പിന്നെ ഈ 2 കൊട്ടിട്ടിട്ട് പരിപാടി തുടങ്ങേണ്ട മുന്നേ നിങ്ങൾ പറയണം എന്താണ്, തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചില നിയമങ്ങളും ചട്ടങ്ങളും ചില ചട്ടവട്ടങ്ങളും ഉണ്ട്. ഒന്ന് അതിന്റെ സീക്രസിയാണ്, അത് കീപ്പ് ചെയ്യണം. ഞാൻ ഇന്ന വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനകത്ത് തുള്ളിച്ചാടി വരുന്നവരെ വോട്ട് ചെയ്യണേ ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ സീക്രസി കീപ്പ് ചെയ്യാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അത് നിങ്ങളുടെ പവറാണ്. ഓക്കെ, അത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാനുള്ള പവർ ആ ഒരു ദിവസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്ത് ആക്ഷേപമുണ്ടെങ്കിലും അത് നിങ്ങൾ AROനെ അറിയിച്ചോളൂ. അതിന്റെ ബാക്കി കോൺസിക്വൻസ് അവർ നോക്കിക്കോളൂ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ശരി, അപ്പോ ഇതിനകത്ത് ക്ലോസ് ചെയ്തു, സോറി ക്ലിയർ ചെയ്തു. അതിനൊക്കെ ശേഷം പിന്നെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിനു ശേഷം റിസൾട്ട് എടുത്തു. റിസൾട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. എന്നാലേ അതിനകത്ത് എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്ത് 50 വോട്ട് അവിടെ കിടക്കും. ആ 50 വോട്ടും ക്ലിയർ ചെയ്യാം. എന്നിട്ട് ക്ലിയർ ചെയ്തു എന്നുള്ളത് 17A ആരാ മാർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ടുള്ള നിങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ, എന്താ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടെങ്കിൽ നോക്കിയൊക്കെ. അത് സിയും ബിയും ബി പാറ്റേൺ ഡ്രോ അതൊക്കെ എന്ത് ചെയ്യാം, അത് പിന്നെ സീൽ ചെയ്യാം. ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞില്ല നമ്മളോട്, ഇതാ ഇവിടെ ഒക്കെ ടോട്ടൽ ഇൻ ദ CU ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് 0. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒപ്പിട്ടു. നിങ്ങൾ അതെന്ത് കഴിഞ്ഞിട്ടാണ്? മോപ്പോൾ കഴിഞ്ഞിട്ട് CRC കഴിഞ്ഞിട്ട് 0 വേണമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. എന്താ CRC? ക്ലോസ് റിസൾട്ട് ക്ലിയർ. ക്ലോസ് റിസൾട്ട് ക്ലിയർ. ഓക്കെ ആണല്ലോ. ശരി, അതിന് CRC എന്നാണ് ഷോർട്ട് ഫോം. ഇത് എഴുതണം. എഴുതിയതിനു ശേഷം നമ്മൾ ആദ്യത്തെ വോട്ടർ വിളിക്കണം. അപ്പൊ ആദ്യത്തെ വോട്ടർ വരുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാ വരുന്നത്? അയാള് കോളം രജിസ്റ്റർ വോട്ടർ, അതായത് നമുക്ക് 17A രജിസ്റ്റർ ഉണ്ടല്ലോ, അതിൽ 137ാമത്തെ ആളാണ്. 958 നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് ഉച്ചത്തിൽ വായിക്കുക. നമ്മൾ വോട്ടെടുപ്പ് ആരംഭിക്കാട്ടോ. വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ ഇതാ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, ഇതല്ല, ഇതിന്റെ നെക്സ്റ്റ് ഇത് VVPAT മോക്ക് പോൾ സ്ലിപ്പ് സൂക്ഷിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ സീലിംഗ് ചെറിയൊരു മാറ്റം, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകണ്ടോ. അപ്പം ഇതേപോലെയല്ല, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടണം. ഇത് നമ്മൾ കമൻസ്മെന്റ് ചെയ്യണം. നമ്മൾ പറയുന്നത് വാണിംഗ് കൊടുക്കുകയാണ്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ട് പിന്നെ PS ഡയറി ഇതൊക്കെ വേണം. അപ്പോൾ ഇതിനകത്ത് വാണിംഗ് കൊടുക്കുക എന്നുള്ളതിൻ്റെ സീക്രസി കീപ്പ് ചെയ്യണം തന്നെയാണ്. സീക്രസി കീപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ വോട്ടും രഹസ്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ടെന്നത് ഉറപ്പുവരുത്തും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ആർക്കും കാണാത്ത രീതിയിൽ വേറൊരു മൂലക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ശരിക്ക് അത് പാക്ഡ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇനി സംഭവിക്കുന്ന ഓരോ സംഭവിക്കാസം നമ്മൾ തുടങ്ങി. ക്യൂ കൊടുക്കണത് ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അതിന്റെ ഇടയിൽ ഒരു ഗർഭിണി കയറി വന്നാൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു പ്രായമുള്ള ആൾ കയറി വന്നാൽ പ്രയോറിറ്റി ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. PWD
എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അവരെ ക്യൂ നോക്കേണ്ട ആവശ്യമില്ല, അവരെ കയറ്റിയിട്ട് വോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ ക്യൂ നമുക്ക് വിഷയമല്ല, അത് നമുക്ക് നമ്മളെ യുക്തം പോലെ നമുക്ക് ആ സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇനി ആരൊക്കെയാണ് ഇതിനകത്ത് കയറാൻ പറ്റും? എല്ലാവർക്കും മുന്നിട്ടാണ് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണോ പോളിംഗ് ബൂത്ത്? പറ്റില്ല. അവിടെ കയറി വരുന്നത് ഒന്ന് നമ്മൾ 4 ആൾക്കാർ. ആരാണ് 4 ആൾക്കാർ? നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ, നിങ്ങളെ ബാക്കിയുള്ള 3 ടീം. അപ്പോൾ 3+1 4 ആള്, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരാൾ പാസ് കൊടുത്തു, ഏത് പോളിംഗ് ഓഫീസേഴ്സിന്റെ നേരെ പിറകിലിരിക്കുന്ന പോളിംഗ് ഏജന്റുമാരെ അല്ലേ. പിന്നെ അവർക്ക് ആർക്കാ പറയാൻ പറ്റുക? സാധാരണ വോട്ടർക്ക്. ഇപ്പൊ ഞാൻ വോട്ടറാണെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രവേശനം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവകാശത്തിൽ എനിക്ക് കയറിയതാണ്. പിന്നെ ആർക്ക് കയറിയാൻ പറ്റാം? കാൻഡിഡേറ്റിനും മറ്റുള്ള കാൻഡിഡേറ്റിന്റെ ആൾക്കാരും കയറിയില്ല, പക്ഷെ ഒന്നായിട്ട് പട കയറാൻ അയക്കരുത്, അതിന് നിയന്ത്രണമുണ്ട്. പിന്നെ എന്താണ്? പബ്ലിക് സർവീസ് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ, കൈക്കുഞ്ഞായിട്ട് വരുന്ന ആൾക്ക്, പിന്നെ ബ്ലൈൻഡിന്റെ അല്ലെങ്കിൽ മറ്റേ ഇവർക്കുള്ള കൂടെയുള്ള വോട്ടർക്ക് വരാം. പിന്നെ ഐഡന്റിഫൈങ് ഓഫീസർ. ആരാ ഈ ഐഡന്റിഫൈങ് ഓഫീസർ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ജില്ലയിലാണ് വ്യാപകമായിട്ട് ഈ പിന്നെ പാർട്ടി ഇതൊക്കെ പറയുന്നത് എന്താ സജനെന്തേലും അത് ഇട്ട് വരികയാണ്. മുഖം കാണിക്കൂല. മുഖം കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുന്ന വിശ്വാസത്തിൽ ആൾക്കാരാണെങ്കിൽ അല്ലേ, പക്ഷേ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങളെ കൂടെ ലേഡീസ് ഉണ്ടെങ്കിൽ ലേഡീസ് സ്റ്റാഫിന് നിങ്ങൾക്ക് ഐഡന്റിഫൈങ് ഓഫീസർ ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തോന്നുന്നത് ക്യൂല് കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്, അപ്പൊ അതിൽ പ്രായമുള്ള സ്ത്രീ വെച്ചിട്ട് നിങ്ങൾ ഇത് നോക്കുന്നത് ഇതൊരു സ്ത്രീ തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കാം. കാരണം പറയാൻ പറ്റില്ല, ആ കുഴപ്പമില്ല, അത് നിങ്ങൾ നോക്കാം. അപ്പൊ അവരെ നമുക്ക് ഐഡന്റിഫൈങ് ഓഫീസറായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. സാധാരണ നമ്മളെന്താ അറിയോ, മുഖം മറച്ച് ഒരാളെ BL ഉണ്ടാവും. BL ലേഡി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അപ്പം എന്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാവും. സാധാരണ മുഖം മറച്ച് പോളിംഗ് ബൂത്തിലേക്ക് കണക്ട് ചെയ്ത് വരരുത് എന്നൊക്കെ സാധാരണ നോർമലി പറയല്ലോ. പക്ഷെ ചില അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈങ് ഓഫീസർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ഐഡന്റിഫൈ ഓഫീസർ. അവർ നിങ്ങൾ വിളിച്ചു വരുത്തിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ അധികാരമായിട്ട് അത് പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനിക്കുകയാണ് അവർക്ക് അധികാരം. എന്നിട്ട് പിന്നെ ഓഫീസറെ ഐഡന്റിഫൈങ് ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഓക്കെ അല്ലോ, ശരി. അടുത്തത് ഇതിലെ ASC ലിസ്റ്റ്. ഇതിനെ കുറിച്ച് ആശങ്ക വേണ്ട. എന്താ കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ASC എന്ന് പറഞ്ഞാൽ ആബ്സെന്റീസ് ഷിഫ്റ്റഡ് ഡെത്ത്. മരിച്ചവര് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാം, കാരണം അത് എത്ര പ്രാവശ്യം ഡിലീറ്റ് ചെയ്താലും വീഡിയോ വരുന്നുണ്ട്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് നിങ്ങളെ വീട്ടിലത്തെ ഏതെങ്കിലും പെൺകുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത വീട്ടിലത്തെ താമസക്കാരോ എന്തെങ്കിലും പാലക്കാടിക്കോ വേറെ എവിടെയെങ്കിലും താമസം മാറിയെങ്കിൽ അവർ ഷിഫ്റ്റ് പെട്ടു. പിന്നെന്താണ് ആബ്സെന്റീസ്. ആബ്സെന്റീസ് അതേമാതിരി തന്നെയാണ്. അതും ഇതേപോലെ അടുത്ത വീട്ടുകാർ ഒന്നായിട്ട് തിരുവനന്തപുരത്ത് താമസം മാറിയെങ്കിൽ അവർ പിന്നെ ആബ്സെന്റീസ് ആണ്. അപ്പൊ അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വേറെ തരും. അത് നിങ്ങളൊരു ആശങ്കയും വേണ്ട, അത് വേറെ ലിസ്റ്റ് നിങ്ങൾക്ക് മാത്രമല്ല, അത് ഇപ്രാവശ്യം ഇലക്ഷൻ കമ്മീഷന് അതൊരു നമ്മളെ പോൾ മാനേജർ പോലുള്ള സാധനം ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് അതിന്റെ ലിസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് വിവരങ്ങൾ ചേർക്കാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് ശങ്ക വേണ്ട. എന്താണ് ASC ഫുൾ ഫോം എന്ന് മനസ്സിലാക്കുക? ആബ്സെന്റീസ് ഷിഫ്റ്റ് ആൻഡ് ഡെത്ത്. ഓക്കെ അല്ലോ, ശരി. ഇനി അങ്ങനത്തെ ഒരാൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇൻ കേസ് അങ്ങനത്തെ ഒരാൾ വന്നു വെച്ചാൽ നമ്മൾ എന്തായാലും 17A ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നു, സെക്കൻഡ് പോളിംഗ് ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അവരോട് പറയാം ASC വന്ന് നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കാം. എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മളൊരു വോട്ടർ വരികയാണെങ്കിൽ പിന്നെ ഒപ്പിടാൻ അറിയുന്ന ഒരാളെങ്കിൽ ഒപ്പിടിപ്പിക്കും. അയാൾ എപ്പിക്കാണ് വേണമെങ്കിൽ എപ്പിക്കുന്ന എഴുതും. പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് എഴുതിയിട്ട് അവസാനത്തെ 4 എഴുതും. ഇതെല്ലാം ചെയ്യല്. ശരി, ഇയാൾ പാസ്പോർട്ട് കൊണ്ടുവന്നു. ഇയാൾ നമ്മളെ എല്ലാ കാര്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ യഥാർത്ഥ വോട്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കും. പക്ഷെ നമ്മൾ 17A നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യും. എന്താ ചെയ്യേണ്ട അറിയോ? അയാളെ കൊണ്ട് തമ്പ് പ്രശ്നം വാങ്ങിക്കും. എന്താ വേണ്ടത്? ASC ആണെന്നുണ്ടെങ്കിൽ തമ്പ് പ്രശ്നം കൂടി വാങ്ങിക്കും. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നതിനകത്ത് പറയട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അടുത്തത് ഇത് ASC ലിസ്റ്റിന്റെ പറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആണ് നോക്കിയേക്കാം. ASC ലിസ്റ്റ് വന്നപ്പോ 425 EP ആണ് കൊണ്ടുവന്നത്. EP എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സാധാ വോട്ടർ പട്ടികയിലുള്ള പേരിന്റെ അടിസ്ഥാനത്തിലുള്ള ID കാർഡ്. ശരി, അയാൾ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു? പിന്നെ ഒപ്പിന്റെ കൂടെ തമ്പും പ്രശ്നം വെച്ചു. അതിന്റെ കൂടെ എന്താ എഴുതി നോക്കി വെക്കാം? 3 മാർക്സിന് ASC എഴുതി. ഓക്കെ അല്ലോ,
ആബ്സെന്റ് നടക്കലേ ഉള്ളൂ. അതായത് നിങ്ങളെ നൈബർ തിരുവനന്തപുരത്തേക്ക് ഒന്നായി ഷിഫ്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വേണ്ട അല്ല ഷിഫ്റ്റ് സോറി ആബ്സെന്റ് മീൻസ് ഇവിടുന്ന് അവര് ആ സമയത്ത് പിന്നെ എറണാകുളത്തോ അല്ലെങ്കിൽ സോറി ബാംഗ്ലൂരോ അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് എവിടെയെങ്കിലും, വിദേശത്ത് നമുക്ക് എല്ലാ വിദേശികൾക്കും, അതായത് നമ്മളതിന് പറയുന്നത് എന്ത് വോട്ടാണ് പറയുന്നത്, വിദേശത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വോട്ട് ഉണ്ടല്ലോ, പ്രവാസി വോട്ട്. പ്രവാസി വോട്ട് അല്ലാത്ത ഒരാൾ വരുന്നത് ജർമ്മനിയിലോ കാനഡയിലോ അങ്ങനെയുള്ള ആൾക്കാരുടെ ആവുന്നു. അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും കൃത്യമായിട്ട്. ഇനി CSV അതാണ് പ്രോക്സി വോട്ട്. അതിന് നോക്കിയൊക്കെ അത് നിങ്ങൾക്ക് തരുന്നത് 18 വയസ്സ് പൂർത്തിയായ ആൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അയാള് ഡിസ്ക്വാളിഫൈ ആവാൻ പറ്റില്ല. പിന്നെന്താണ്, മഷി അയാളുടെ മിഡിൽ ഫിംഗറിൽ പുറത്തും ലെഫ്റ്റിങ്ങില്. പിന്നെ 17A PV എന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മള് എന്ത് മാർക്ക് ചെയ്തു? തമ്പ് പ്രശ്നം വാങ്ങിയില്ലേ, എന്നിട്ട് ASC ചെയ്തില്ലേ, അതേപോലെ PV എഴുതുന്നു. അതാണ് പ്രോക്സി വോട്ടറിന്റെ. ഇത് 17A മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ PV മാർക്ക് ചെയ്താൽ നിങ്ങൾ ശരി. EDC ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, കൂടുതൽ ഇത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി 17A അവിടെ EDC മാർക്ക് ചെയ്ത് ഇത് അത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് വോട്ടിങ്ങിന്റെ ഇടയിൽ നമ്മളെ സ്വീപ്പായിരുന്ന 2-3 കൂട്ടർ വരുന്നത്. ചാലഞ്ച് വോട്ട് ഉണ്ട്, ടെൻഡർ വോട്ട് ഉണ്ട്, ഞാനിതിനെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ കുറെ പാരാളുകളുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ കൈകാര്യം? ശരി, എന്താ ചലഞ്ച് വോട്ട്? ചലഞ്ച് വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് മുസ്ലിംസിന്റെ ഇടയിൽ മുഹമ്മദ് എന്നുള്ള പേര് വളരെ വ്യാപകമാണ്. അത് ചെറിയ മുഹമ്മദ് ഉണ്ടാവും, വലിയ മുഹമ്മദ് ഉണ്ടാവും, വീട്ടുപേര് തന്നെ ഒരേ വീട്ടുപേരും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, 412 മുഹമ്മദ് പരിയന്തരത്തിൽ നിന്ന് കാണണമെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉണ്ടാവും ഇതേ സാധനം ID കാർഡ് വെച്ചിട്ട് മുഹമ്മദ് പരിയന്തരത്തിൽ കയറുന്നു, നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ഏജന്റ് പറയും സർ അത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ചലഞ്ച് ചെയ്യും. അപ്പൊ ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അത് ഈ ചാലഞ്ച് ഈസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്, അത് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ മൂപ്പരെ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കണം. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ ഡിബാർ ചെയ്യാൻ മാത്രമല്ല വോട്ട് ചെയ്യാൻ അയക്കാതെ മൂപ്പരെ പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതാണ്. ഇനി അതിന്റെ അടുത്ത ചോദ്യങ്ങളുണ്ട്. ഈ ചലഞ്ച് വോട്ട് അങ്ങനെ ചെയ്താൽ മതിയോ, അതോ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഏജന്റ് എന്തെങ്കിലും ഫീസ് കെട്ടണോ? വേണോ മാഷ്? 2 രൂപ കെട്ടണം, ഏജന്റ് കെട്ടണോ? അതിന് നമ്മൾ എന്ത് കൊടുക്കും? TR5 കൊടുക്കും അല്ലേ? TR5 കൊടുത്തതിന് ശേഷമാണ് ചലഞ്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു കൂട്ടറില്ല. ഇനി അടുത്തൊരു കൂട്ടറുണ്ട്, ആരറിയോ? ടെൻഡേർഡ് വോട്ട്. ഈ പേരിന് വായിച്ചേക്കിന് മാഷെ ഐസർ എന്നൊരു കൂടി കേട്ട അപ്പം പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് നിങ്ങൾ മനസ്സിലായിക്കോ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്തോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? നമ്മളെ മാർക്ക് കോപ്പിയിൽ നോക്കുന്ന സമയത്ത് അതിങ്ങനെ ക്രോസ് ആയി വെച്ചു. അപ്പൊ ആരോ ചെയ്ത് ചാമ്പി. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്താ ചെയ്യാ? അയാൾ പറയണേ ഞാൻ ചെയ്തിട്ടില്ല, എന്റെ കൈമൊക്കെ മഷില്ല, ഞാൻ വന്നിട്ടില്ല. നീ വേണമെന്നുണ്ടെങ്കിൽ ഇതാ എന്റെ അറിയുടെ കുട്ടിയാണ് ആ ഏജന്റായിട്ട് ഇരിക്കുന്നത്, അവരോട് ചോദിച്ചു നോക്കി, ഞാൻ വന്നിട്ടില്ല. ഇവരെല്ലാവരും സമ്മതിക്കാണ്ട് ഇയാൾ ചെയ്തിട്ടില്ല എന്ന് പറയണേ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് പുറത്തൊക്കെ കട്ടിക്കുന്ന ആശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം തരാം കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ വോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആർക്കും കൊടുക്കാത്തൊരു അവകാശം തന്നെ നിങ്ങൾ ബാലറ്റ് പേപ്പറിൽ ചെയ്യും. അങ്ങനെ ബാലറ്റ് പേപ്പറിൽ ചെയ്യുന്ന വോട്ടാണ് എന്ത് വോട്ട്? ടെൻഡേർഡ് വോട്ട്. അപ്പൊ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഏത് പേപ്പർ അറിയോ? 17A മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം 17B അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ 17A ആയി, 17B ആയി, അത് ടെൻഡേർഡ് വോട്ടാണ്. ശരി, നമുക്ക് ടെൻഡേർഡ് വോട്ട് നോക്കി നോക്കാം. ഇതാ ടെൻഡേർഡ് വോട്ട്. അവിടെ കൃത്യമായിട്ട് പറയുന്നത് EVM-ലല്ല ചെയ്യണത്, ബാലറ്റ് പേപ്പറിലാണ് ചെയ്യണത്. എന്നിട്ട് കീപ് അക്കൗണ്ട് ദ ടെൻഡർ ബാലറ്റ് പേപ്പർ റെക്കോർഡ് സച്ച് റെഗുലേറ്ററീസ് ഇൻ 17B. പറ്റും നിവർത്തി, അതിനൊരു നിവർത്തി, അതിന്റെ അക്ഷരം അയാളെ വോട്ടവകാശം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അതിന് വേറെ പ്രത്യേകത ആലോചിച്ചു. പിന്നെ നമ്മള് EVM-ല് സെറ്റ് ചെയ്ത ബാലറ്റ് പേപ്പർ ഉണ്ടല്ലോ, അതേ ബാലറ്റ് പേപ്പറാണ് ഇയാൾക്ക് കൊടുക്കണേ. നമുക്കൊന്നും കിട്ടാത്തൊരു അവകാശം അയാൾക്ക് കിട്ടുന്നത്. അയാൾക്ക് എന്താണ്, നമ്മളെ മാർക്ക് ചെയ്തിട്ട് അയാളെ കൊണ്ട് അതിൽ ചെയ്യിപ്പിക്കാണ്. അത് നമ്മൾ പ്രത്യേക കവറിലിട്ടിട്ട് ഈ 17B മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ കൗണ്ടിങ്ങിന്റെ ഇതിൽ നമ്മൾ കൊടുക്കണം.
ഓക്കെ, അപ്പൊ ടെൻഡേഡ് ആയിട്ട് ഇനി അടുത്തത്, ഇനി ഏജിനെ കുറിച്ച് ചെറിയ വന്നേക്ക് നമുക്ക് തോന്നണം ഈ കുട്ടിക്ക് 18 ആയിക്കണോ, പേരും വയസ്സും ഇതൊക്കെ വിളിച്ചപ്പോൾ ഓനൊരു ചമ്മലെല്ലാം നിൽക്കണമെന്ന് നമുക്ക് സംശയമാണ്. ഓനെ പതുക്കെ വിളിച്ച സത്യം 18 ആയിക്കണോ സാർ, എനിക്ക് ആയിക്കോളെന്ന് പറഞ്ഞാല് വാശിരിക്കാണെങ്കിൽ പറയാം ആയിക്കോട്ടെ സമ്മതിച്ചു, എന്നെ വോട്ടൊക്കെ ചെയ്യിപ്പിച്ച. പക്ഷെ 18 ആവാതെ 18 ആയിട്ടില്ല എന്ന് എനിക്ക് തെളിയാണെങ്കിൽ എനിക്ക് ഇന്ന റിസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇങ്ങനെ ഡിക്ലറേഷൻ എഴുതുക. എന്താ ഡിക്ലറേഷൻ? ആ ഡിക്ലറേഷൻ ഇങ്ങനെ പറയും. ആ ഡിക്ലറേഷൻ അത് ചിലർക്ക് അറിയാം, ചിലരെന്ത് ചെയ്യും 17 വയസ്സായി തന്നെ പേര് കൊടുത്തിട്ട് കട്ടകാലത്തിനെങ്കിലും അറിയാതെ കയറിക്കൂടില്ല. അപ്പൊ നമുക്ക് വാങ്ങിക്കാം, അതിനകത്ത് സംശയം വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം, അവനെ കൊണ്ട് ഫിസിബുക്ക് എന്തെങ്കിലും കോപ്പി കൊണ്ടുവരും, നമുക്ക് ചെക്കിങ് ചെയ്യും. എല്ലാ അധികാരം ആർക്കുണ്ട്? പ്രിസൈഡിംഗ് ഓഫീസർക്ക്. ഓക്കെ, ഇനി ഇങ്ങനെ ഉണ്ട് ബ്ലൈൻഡ് ആണ് ഇൻഫന്റ് വോട്ടേഴ്സ്. അത് നമ്മളെന്താ പറയുക, കമ്പാനിയൻ വോട്ടേഴ്സ് ആണ്. 49N പ്രകാരം അത് നമ്മള് ബാലറ്റ് യൂണിറ്റ് എന്തെങ്കിലും സാമ്പിളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കാണാൻ കുട്ടിയെന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞേക്കാം. ഏത് കമ്പാർട്ട്മെന്റിൽ കാണൂല എന്നൊക്കെ ഞാൻ ചെയ്തോളാം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ആള് പറയാം. അപ്പൊ വോട്ടിങ്ങിന്റെ നിങ്ങൾ പതുക്കെ വിളിച്ചിട്ട് വോട്ടറെ വിളിച്ചിട്ട് എല്ലാവർക്കും അതിൽ രണ്ടാമത്തെ ഏതാണ്, അത് ഇന്ന ചിഹ്നമാണ് അതാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പേ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞേക്കാം, മറ്റുള്ള തൽക്കാലം പുറത്തിട്ടെന്ന് പറയാം. സംഭവത്തിന് കുട്ടൻ ശ്രദ്ധ നിൽക്കണം. ചിലപ്പോൾ വെല്ലിപ്പേ കാരണം വെല്ലിപ്പാനെ സോപ്പിട്ടിട്ട് വെല്ലിപ്പ ചായ വാങ്ങിത്തരാം അല്ലെങ്കിൽ അത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വെല്ലിപ്പാനെ തന്നെ സ്വഭാവം അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു കൂട്ടരുണ്ട്, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വോട്ടർ സ്ലിപ്പ് കൊടുത്തു, ഇതൊക്കെ കൊടുത്തതിന് ശേഷം മുമ്പിലാണ് ഞാൻ ചെയ്തില്ല. എവിടെ 17A ഒക്കെ എഴുതി പഹയനെ കൊണ്ടൊക്കെ ഒന്ന് ഒപ്പിടിപ്പിച്ചിട്ട് ഏതിലെ 3rd പോളിംഗ് ഓഫീസർ എന്താ അമർത്തി കൊടുത്തു, കൺട്രോൾ യൂണിറ്റിൽ ബാലറ്റ് അമർത്തി കൊടുത്തിട്ട് ആ ബാലായിൽ പറയണമെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പൊ നമ്മൾ തണ്ണി സ്വഭാവം നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ പടമക്കുറ്റിക്ക് മൂടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. 17A അത് കൃത്യമായിട്ട് എഴുതുക, റെഫ്യൂസ് വോട്ടിൽ. ഇതിന്റെ അടുത്ത ആൾ അപ്പൊ അത് കൊടുത്തിട്ട് നെവർ ചേഞ്ച് നോക്കുക, നെവർ ചേഞ്ച് സീരിയസ്. അയാള് ഒരു 478 ആളാണ് ഒന്നും നോക്കി 478 ഇങ്ങനെ വെട്ടിയില് ഇത് വോട്ട് ചെയ്താണെന്ന് എഴുതിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ റിമാർക്സിനകത്ത് എഴുതിച്ചാൽ മതി. പിന്നെ 479 ആൾ അടുത്ത ആളെ വിളിക്കാൻ വോട്ട് ചെയ്യിപ്പിക്കുക. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അത് നമ്മൾ ഫെമിനിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എഴുതണം. ഓക്കെ, അടുത്ത് നോക്കുക. അടുത്തതിന് ഇങ്ങനെ കൂട്ടർ വരും. എന്താണ് വിത്ത്ഡ്രോ ആൻഡ് ക്യാൻസൽ വോട്ടർ സ്ലിപ്പ്. പിന്നെന്താ പറയുന്നത്, ഇൻസ്ക്രൈബ് ദ ഫാക്ട് ഇൻ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്, പുട്ട് സിഗ്നേച്ചർ ബിലോ ദ എൻട്രി ഇൻ ദ റിമാർക്സ് കോളം. അവർ പറയുന്നത് നെവർ ചെയ്ത സീരിയൽ നമ്പർ സാനിറ്റി ചെയ്യുന്നതാണ്. നോട്ട് അലൗഡ്, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അവന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായപ്പോൾ അവനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കത് 17A നമുക്ക് റിമാർക്സ് കോളത്തിൽ എഴുതണം, സീരിയൽ നമ്പറിൽ മാറ്റം വരും. ഇനി ഒരു കൂട്ടരുണ്ട്, ആ കൂട്ടരെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അതാരോ അറിയോ? അത് ഇവിടെയൊക്കെ നമ്മൾ നോക്കിയേക്കാം. നോട്ട് അലൗഡ്, റെഫ്യൂസ്ഡ്, കണ്ടോ? നമ്മൾ ലാസ്റ്റ് റിമാർക്സ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞു. ഇനി 14MA ഇങ്ങനെ സാധനം പുതുതായിട്ട് ആഡ് ചെയ്തതാണ്, അതുവരെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ സംഭവം അറിയോ? നമ്മളെല്ലാം കഴിഞ്ഞു. 1st പോളിംഗ് ഓഫീസർ, 2nd പോളിംഗ് ഓഫീസർ, 3rd പോളിംഗ് ഓഫീസർ കമ്പാർട്ട്മെന്റിലെത്തി. ഇയാളുടെ സ്വഭാവം മാറണം. ഞാൻ 2ാമത്തെ ആൾക്കാണ് കുത്തിയത്, പക്ഷെ ചിഹ്നം വന്നത് 3ാമത്തെ ആളുടെ എന്ന് പറഞ്ഞാൽ പണി പാടിയോ? അല്ലെങ്കിൽ തന്നെ അവിടെ ഏജന്റുമാര് ഈ മെഷീനൊക്കെ പണ്ടേ മാറ്റം നടന്നിട്ടുള്ള അങ്ങനത്തെ മെന്റാലിറ്റിയുള്ള ആൾക്കാരെ ഇതിൽ നോക്കും വേണ്ട. അപ്പോ ഒന്നും വേണ്ട, ശാന്തരായി നമുക്ക് സമാധാനം ഉണ്ടാക്കണം. ആളെ വിളിക്കാം, ഈ പറഞ്ഞതിൽ ഉറച്ചു കൊണ്ടുവന്നു, ആദ്യം കിട്ടും ആ സാർ ഉറച്ചു കൊണ്ടുവരാം. ശരി, സംഭവം കുഴപ്പമൊന്നുമില്ല, എനിക്ക് അടുത്ത വോട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്. പക്ഷെ ആ വോട്ട് ചെയ്തിട്ടും നീ കുത്തിയ അതിന് തന്നെ ആ ചിഹ്നം തന്നെ കാണുകയാണെങ്കിൽ പറഞ്ഞില്ലെന്ന് വേണ്ട, നിനക്കുള്ള 8ന്റെ പണി വേറെ പിന്നാലെ വരും. അതിൻ്റെ സാധനം ഒപ്പിട്ടിട്ട് നിനക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ചെയ്യുക. സംഭവിച്ചാലും ആൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കാം, പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ
നിൽക്കേണ്ട മുന്നേ അയാളെ പറഞ്ഞ് ബോധ്യപ്പെട്ടൊരു കാര്യം, നീ അതിനെ കുറച്ച് കൊണ്ടോ, കുറച്ച് നിൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ നീ ചെയ്ത വോട്ടിന്റെ അതേ സാധനമാണ് വിവിപാറ്റിനകത്ത് തെളിഞ്ഞു കണ്ടു എങ്കിൽ നിനക്കുള്ള പണി വേറെ ഇതിന്റെ പിന്നാലെ വരും. അതിനുള്ള സാധനം എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ട് നിന്നെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. സമ്മതമാണോ? സമ്മതമാണ്. ശരി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കക്ഷിന്റെ ഇതൊക്കെ ഡിക്ലറേഷനൊക്കെ എഴുതി വാങ്ങിയിട്ട് പിന്നെ അയാളെ കൊണ്ട് ചെയ്യുന്ന വോട്ടിന് പറയുന്ന പേര് ഓപ്പൺ വോട്ട് കാണും. നേരത്തെ നമ്മൾ ചെയ്ത വോട്ട് സീക്രസ് വോട്ട് ചെയ്യണം. ഇപ്പൊ എന്ത് വോട്ടായി മാറി? ഓപ്പൺ വോട്ട്. അപ്പൊ ആരെങ്കിലും കാണണം? ഒന്ന്, നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എവിടെ പോകണം? കമ്പാർട്ട്മെന്റിൽ പോകണം. രണ്ടാര് പോകണം? ഏജന്റുമാരുള്ള ആളെ അവരെയും വിളിക്കണം. അവരെയും വിളിച്ചിട്ട് ഈ ഇതാണ് എന്നിട്ട് തേർഡ് പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്മാൻഡ് ചെയ്യുക. സർ, അത് ബാലറ്റ് അമർത്തിക്കോളും. ബാലറ്റ് കൊടുത്തതിന് ശേഷം ഇനി എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്ക് ഈ വോട്ട് ചെയ്യും. ഇയാൾ രണ്ടാമത്തെ ചിഹ്നം, രണ്ടാമത്തെ ആൾക്ക് ബട്ടൺ അമർത്തി കൊടുത്തു. രണ്ടാമത്തെ ചിഹ്നം തന്നെ തെളിഞ്ഞു വന്നു. ഒന്നും വേണ്ട, ഇയാളെ റിപ്പോർട്ട് ചെയ്യണം. വെറുതെ ഇത്രയും തടസ്സം ഉണ്ടാക്കിയ, ഈ പ്രയാസം ഉണ്ടാക്കിയ, പ്രശ്നം ഉണ്ടാക്കിയ ആളെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ? അയാളെ അങ്ങനത്തെ കേസ് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. കാരണം ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ചോദ്യം വന്നിട്ടില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ വോട്ട് ഇങ്ങനെ ആ പ്രിസൈഡിംഗ് ഓഫീസറും ഏജന്റും പിന്നെ ആ വോട്ടറും ആ ഫോണിനെ ചോദിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പറ്റില്ല. അല്ല, വീഡിയോ എടുക്കുന്നത് ഇതുവരെ നമുക്ക് ഇത് തന്നിട്ടില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് വേറൊരു തരത്തിലേക്ക് പോകും. അത് വേറെ തരത്തിലേക്ക് പോകുന്നത് എങ്ങാനും കട്ടക്കാലത്തിന് ഇയാളെ കഴിയുന്നത് ലീക്കായി പോയാൽ പണി പോകാം. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്നുള്ള ഷുവറാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരാം അടുത്തത്. ഓക്കെ? അപ്പൊ ഇത് ഉറപ്പിച്ചല്ലോ. 49 MA മോട്ട അടി എന്നെ MAക്ക് പറയുന്നത്. ശരി, 2 കുത്തിന് 3 വന്നാ ഒന്നും വിചാരിക്കണ്ട. ഓൺ ദി സ്പോട്ട് നിർത്തി വെച്ചോ. നിങ്ങളുടെ പരിപാടി എന്താ? കോൾ സെക്ടർ ഓഫീസേഴ്സ് ആൻഡ് RO വിവരം അറിയിക്കുക. സെക്ടർ ഓഫീസറെയും അതേമാതിരി AROനെയും വിവരം അറിയിക്കുക. സർ, ഇന്ന ബൂത്തില് ഇന്ന മാതിരിയാണ്, അതുകൊണ്ട് ഇവിടെ ഈ പരിപാടി നിർത്തി വെക്കണം. നമുക്ക് എന്ത് നടക്കാനേ പറ്റുള്ളൂ? റേ പോളിംഗ് നടത്താനേ പറ്റുള്ളൂ. ഓക്കെ അല്ലോ? ഇതിനകത്തൊരു ശങ്ക്യം വേണ്ട. അത് ഷുവറാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോ. സ്റ്റോപ്പ്, നിർത്തി വെച്ചോ പരിപാടി. അത് പറ്റില്ല. ഓരോ ഓപ്പൺ വോട്ട്, ഒറ്റ ഓപ്പൺ വോട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇനി ചെയ്യാം. അങ്ങനെ ചെയ്യാം. അടുത്താൾ വന്ന് അങ്ങനെ പറഞ്ഞു, അടുത്താൾ വന്ന് പറഞ്ഞെങ്കിൽ അപ്ലോഡ് ആക്കാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ വോട്ടില് നമ്മുടെ മെഷീനിൽ ചെറിയൊരു കുഴപ്പമുണ്ടാവും. 760 വോട്ടാണ് നമ്മുടെ 17A. 760. പക്ഷെ മെഷീനിൽ എത്ര ഉണ്ടാവും? 761 ഉണ്ടാവും. ഒന്ന് ഓപ്പൺ ആണ്. അത് നമ്മൾ 17A മാർക്ക് ചെയ്യും. 17C നമ്മളത് മൈനസ് ചെയ്യും. ഓക്കെ, ശരി. അടുത്ത ഇതാണ് അതിന്റെ ഡിക്ലറേഷൻ. ഇനി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A മെയിൻ ചെയ്യുന്നത് നോക്കാം. ടെസ്റ്റ് വോട്ട് അല്ലെങ്കിൽ ഓപ്പൺ വോട്ട് എന്നൊക്കെയാണ് ഇതിന് പറഞ്ഞത്. കണ്ടെങ്കിൽ അതും അവിടെ എഴുതി വെച്ചു. ഇനി വോട്ടർ ചോദിക്കുകയാണ് EVM-നെ കുറിച്ച്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എനിക്ക് കാണില്ല എന്ന് പറയണെങ്കിൽ നമ്മൾ ആ വോട്ടറിന്റെ ബാലറ്റിന്റെ മാതൃക ഉണ്ടാവും. കാണിച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ജസ്റ്റ് ചോദിച്ചോക്കാം. അത് പറയണെങ്കിൽ നിങ്ങൾ ധൈര്യം കമാൻഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കമാൻഡിനെ ഉപയോഗിച്ച് ഓക്കെ. ഇനി ഇതാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്. ഇത് മോക്ക് പോളിന്റെ സമയത്ത് ചില എറർ വരാം. നമ്മുടെ ഡ്യൂറിംഗ് ദ പോൾ സമയത്ത് വരാം. അപ്പൊ എന്താ ചെയ്യാം? C വർക്ക് ചെയ്യില്ലെങ്കിൽ C മാത്രം മാറ്റുക, B വർക്ക് ചെയ്യില്ലെങ്കിൽ B മാത്രം മാറ്റുക, VVPAT ഇല്ലെങ്കിൽ VVPAT മാത്രം റീപ്ലേസ്. മെയിൻറ്റെയിൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തത് ഡ്യൂറിംഗ് ദ പോൾ
സിഇഒ ബിഒ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മൊത്തം മാറ്റിക്കോ. അപ്പൊ സെക്ടർ ഓഫീസർ വിളിക്കാം, സിഇഒ വർക്ക് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് അവിടെ മൊത്തം മെഷീനാണ് മാറ്റി. വി പാറ്റ് മാത്രമാണെങ്കിൽ വി പാറ്റ് മാത്രം മാറ്റണം. ഓക്കെ, ഒന്നിന് ഞാൻ പറയാം, സിഇഒ ബിഒ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ മൊത്തം മാറ്റണം. അത് നിങ്ങളെ കസ്റ്റഡിയിൽ തന്നെ വെക്കുക. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിങ്ങൾ തന്നെ അത് ഒരുമിച്ച് കൊണ്ടുവരുന്നത് ടാഗ് ചെയ്ത് ഒരുമിച്ച് എങ്ങനെ സാർ അതിനകത്ത് ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രോസസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയ മെഷീൻ ഉപയോഗിച്ചു. ഏതൊരു പുതിയ മെഷീൻ ഉപയോഗിക്കണമെങ്കിലും മോക്ക് കോൾ ചെയ്യണം. അപ്പൊ പുതിയ മെഷീൻ ഉപയോഗിച്ചെങ്കിൽ എത്ര മോക്ക് കോൾ ചെയ്യണം? വേണ്ട, ഒറ്റൊന്ന് മതി. എല്ലാ കാൻഡിഡേറ്റിനും ഓരോന്ന്. പറഞ്ഞാൽ ആർക്കടക്കം നോട്ടക്കടക്കം ഓരോന്ന് മതി. സംഭവം ക്ലിയർ ആയോ? യഥാർത്ഥ മോക്ക് കോളിൽ 50 വോട്ട് ചെയ്യണം. ഇതിന്റെ അടിയിൽ എപ്പോഴെങ്കിലും മെഷീൻ കേട് വന്നിട്ട് പുതിയ മെഷീൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചിഹ്നത്തിലും ഓരോന്ന് ചെയ്യണം. ഓക്കെ അല്ലോ? ശരി. അപ്പോ ഇനി പേപ്പർ സ്ലിപ്പ് ഇതിനകത്ത് പറയുന്നത് ബി അതായത് പേപ്പർ സ്ലിപ്പ് നോട്ട് പ്രിന്റഡ്, പേപ്പർ സ്ലിപ്പ് പ്രിന്റഡ് ഹാസ് നോട്ട് ബി കട്ട് ആൻഡ് ഹാങ്ങിങ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനകത്ത് പറയുന്നത് വെച്ചാല് ആ മൂന്നാമത്തെ സ്വിച്ച് ഓഫ് ദ സിഇഒ ആൻഡ് റീപ്ലേസ് വി പാറ്റ് ഉണ്ട്. അപ്പൊ വി പാറ്റ് നമുക്ക് അങ്ങനെ മാറ്റി അത് മാത്രം മാറ്റിച്ചാൽ മതി. അപ്പൊ നിങ്ങളെ കസ്റ്റഡിയിൽ അത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അത് നമ്മള് പ്രിസൈഡിംഗ് ഓഫീസറെ ഡയറക്റ്റ് അകത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ അകത്തും സെക്ടർ ഓഫീസറെ വിവരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അവസാനിക്കാൻ എത്ര മണിക്കാണ് അവസാനിപ്പിക്കാൻ? 6 മണിക്കല്ലേ? ഒരു 5:45 നമ്മളിങ്ങനെ നോക്കി. 5:45 നമുക്കൊരു 10-80 പേരോട് നമ്മളെ ലൈനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏജന്റുമാരടക്കം നമ്മളെല്ലാവരോടും പറയും നമുക്ക് 6 മണിക്കാണ് അവസാനിക്കുന്നത്. അപ്പൊ 6 മണിക്ക് അവസാനിക്കണം. നമ്മളെ ക്യൂവിൽ എത്ര പേരുണ്ട്? 5:50 എന്ത് ചെയ്യും? നമ്മൾ സ്ലിപ്പ് കൊടുക്കും. ഓക്കെ, അപ്പൊ 5:50 പറഞ്ഞാൽ 6 മണി കറക്റ്റ് ആയിട്ട് 6 മണിക്ക് വരുന്ന വരെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ സ്ലിപ്പ്. അപ്പൊ സ്ലിപ്പ് അത് തയ്യാറാക്കിയില്ല, ഒരു 50 തയ്യാറാക്കിയിട്ട് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ലാസ്റ്റ് അവിടെ ഫസ്റ്റ് 1 ഇങ്ങനെ കൊടുത്ത് പോകുന്നത് 22 പേരുള്ളൂ വെച്ചോളൂ. 6 മണിക്ക് കൊടുത്തപ്പോൾ 22 1, 21 1, 20 1, ഇങ്ങനെ വന്ന് ഒന്നാമത്തെ ആൾ വന്നെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ 1 ലാസ്റ്റ് അവിടെ വന്നു. അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ അപ്പൊ തന്നെ ചെയ്യുന്നതാണ്, നമ്മളെല്ലാ പ്രോസസ്സും അവസാനിച്ചു, നമ്മൾ പോൾ ക്ലോസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇയാൾ വോട്ട് ചെയ്തു കഴിഞ്ഞേക്ക് മറ്റുള്ള പറയാണ് നമ്മള് ആദ്യം ചെയ്യേണ്ട പണി വി വി പാറ്റിന്റെ നോബ് തിരിച്ചു വെക്കണം. ഫസ്റ്റ് പ്രോസസ്സ് വി വി പാറ്റിന്റെ നോബ് ട്രാൻസ്പോർട്ട് മോഡിലേക്ക് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ. എന്റെ ബാക്കിൽ നോബ് ഉണ്ടാവും, അത് ഞാൻ കാണിച്ചത്. ഓക്കെ, രണ്ടാമത്തെ പണി എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ പണി കൺട്രോൾ യൂണിറ്റിന്റെ ക്ലോസ് ബട്ടൺ. ഓക്കെ അല്ലോ? മൂന്നാമത്തെ പണി എന്ത് ചെയ്യണ്ടേ? കൺട്രോൾ യൂണിറ്റിന്റെ ബാക്കിൽ നിങ്ങൾക്ക് ഓഫ് ബട്ടൺ ഉണ്ട്, ആ ഓഫ് ബട്ടൺ ആണ്. അപ്പൊ 3 ബട്ടൺ അമർത്തി ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി എന്ത് ചെയ്തു? അത് ടാഗ് ചെയ്യേണ്ടത് ടാഗ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്യാം. നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ ടോട്ടൽ ബട്ടൺ എന്ന് ഇവിടെ ബട്ടൺ ഇതാ, ഈ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ക്ലോസ് ചെയ്യുന്ന മുന്നേ ഈ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് അതിന്റെ ടോട്ടൽ ഒന്നും എടുക്കാൻ വേണ്ടി മറക്കരുത്. അതിനകത്ത് എത്ര വന്നത് നമ്മൾ നേരത്തെ നമ്മളെടുത്ത് കണക്കുണ്ട്, ഇടക്കിടക്ക് എടുക്കുന്നുണ്ട്. എന്നാലും ലാസ്റ്റ് ഒന്നുകൂടി എടുക്കുക, അത് നോക്കി വെക്കുക, നമ്മളെ ഒന്ന് കാര്യമാവുക. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ അടിയിൽ നിങ്ങൾ പോൾ മാനേജറിൽ ഓരോ മണിക്കൂറിന്റെ വിവരങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ഇങ്ങനെ പോകും. ലാസ്റ്റ് അവസാനത്തെ മണിക്കൂർ പോൾ ക്ലോസ് ചെയ്തോ? 19ാമത്തെ ചോദ്യം പോൾ ക്ലോസ്. യെസ്. അപ്പൊ 19. ഇനി 20ാമത്തെ എന്തേക്കാരം? നിങ്ങള് എവിടെ എത്തിയെന്ന ചോദ്യം? കളക്ഷൻ സെന്ററിൽ എത്തിയോ? യെസ്. സമാധാനമായി. എന്താ സമാധാനമായി എന്ന് പറയാൻ കാരണം നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു ടീം നിങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്നുണ്ട്. ആറോന്റെ ടീം, ഏറോന്റെ ടീം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നത്. എവിടെന്നെങ്കിലും ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ കൺസേൺ സെക്ടർ ഓഫീസർ വിളിക്കും, 112 വിവരം കിട്ടിയില്ല. അപ്പൊ 112 സെക്ടർ ഓഫീസർ അവിടെ വണ്ടിപ്പാന്ന് എത്തും, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയും ചെയ്യും. അവരുടെ ഒരു നെറ്റ്വർക്ക് നല്ലവണ്ണം നമ്മളെ എല്ലാ ഗ്രൂപ്പിലും നിരീക്ഷിക്കുന്നുണ്ട്. ശരി, ഇനി നമുക്ക് നോക്കി നോക്കാം നമുക്ക് എങ്ങനെ 17C മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്ലോസിംഗ് അവർ 15 മിനിറ്റ് സ്ലിപ്പ് കൊടുക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
ഇപ്പൊ നമ്മൾ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഡോണ്ട് വറി. അടുത്തൊക്കെ അത് ക്ലോസ് ബട്ടൺ അമർത്തി ടോട്ടൽ എടുത്തു. ഒന്നിന് ശേഷം 17C റെക്കോർഡിലേക്ക് നമ്മൾ തിരിയണം. എന്നിട്ട് 17C നമ്മൾ എന്ത് ചെയ്യണം? പോളിംഗ് ഏജന്റിന് കൊടുക്കണം. 17A നമ്മൾ ക്ലോസ് ചെയ്യണം. 17A ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ നോക്കി നോക്കാം. 10 electors from the list of AST were allowed to vote after proper scrutiny. എന്നിട്ട് അതിന്റെ ഡേറ്റ് എഴുതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി, സമയം എഴുതി, ഒപ്പിട്ടു. പോളിംഗ് ഏജന്റുമാരടക്കം PRO അടക്കം അതിനകത്ത് ഒപ്പിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ അല്ലോ? ഓക്കെ. ഇനി എൻഡില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പവർ പാക്കും ബിൽ പാക്കും ഇതൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ ട്രാൻസ്പോർട്ട് മോഡിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ക്യാരി കേസിൽ വെക്കുന്നു. എന്നിട്ട് നമ്മളെ സീലിംഗ് പേപ്പേഴ്സ് എടുക്കുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് പാക്കറ്റ് വൈറ്റ് ആണ് EVM-ന്റെ കൂടെ കൊടുക്കേണ്ടത്. സെക്കൻഡ് പാക്കറ്റ് വൈറ്റ് ആണ് സ്ക്രൂട്ടിനി കവറാണ്. തേർഡ് പാക്കറ്റ് വൈറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കവർ. ഫോർത്ത് കവർ യെല്ലോ ആണ്, അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഫിഫ്ത്ത് കവർ ബ്രൗൺ ആണ്. അതില് പിന്നെ ഫിഫ്ത്തിലും സിക്സ്ത്തിലൊക്കെ നമ്മുടെ ഈ ബുക്ക് നിങ്ങളുടെ ഡയറി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ കൊണ്ട് കുറച്ചൊക്കെ ഇടാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി കവറുകളും സ്ക്രൂട്ടിനി കവറുകളും EVM പേപ്പറുമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങളുടെ PRO ഡയറി അടക്കം പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി അടക്കം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 17C മെയിൻറ്റെയിൻ ചെയ്യുന്നൂടി നോക്കുക. ഇതിനകത്ത് ഫസ്റ്റ് ബാക്കിൽ അതിനകത്ത് പറയുന്നത് envelope contain accounts of voters records, envelope contain the PRO report, mock poll report, black color sheet envelope contain printed papers with mock poll. പിന്നെ ഇത് പറയുന്നത് these envelopes should be kept in the polled EVM strong room. ഇത് EVM-ന്റെ സ്ട്രോങ് റൂമിൽ പിന്നെ സൂക്ഷിക്കണം. പിന്നെ സ്ക്രൂട്ടിനി കവറിൽ കൊടുക്കുന്നത്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ കൊടുക്കുന്നത്. ഇതില് ഇതൊന്നല്ല ഇമ്പോർട്ടന്റ്, നമുക്ക് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 17A ലാസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം. 17C ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് നമ്മളെ എല്ലാ ഏജന്റുമാർക്കും ഓരോന്ന് കൊടുക്കണം. നോക്കി നോക്കാം എന്താ ലാസ്റ്റ് നോക്കി നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മള് ഇതൊക്കെ നമുക്ക് ആദ്യം എഴുതിക്കാം. അതിന്റെ ടെറിട്ടറി ഏതാണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, 0 മലപ്പുറം. അതിന് നമ്മളെ പോളിംഗ് സ്റ്റേഷന്റെ പേര് എഴുതിച്ചു, കൺട്രോൾ യൂണിറ്റിന് നമ്പർ എഴുതിച്ചു, ബാറ്റ് യൂണിറ്റിന് നമ്പർ എഴുതിച്ചു, വീട്ടാനും നമ്പർ എഴുതിച്ചു. ഇതൊക്കെ നമുക്ക് ആദ്യം എഴുതിയേക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ് എഴുതിയേക്കാൻ പറ്റുന്ന കുറച്ച് കോളങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കി വെക്കാം. ഇവിടെ നോക്കുമ്പോൾ അതിലെ ടോട്ടൽ നമ്പർ അത് നമ്മളെ എന്ത് നോക്കിയാൽ കിട്ടും, മാർക്ക് കോപ്പിയിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ അതിൽ പറയാണ് 1137, അതായത് 1128 പ്ലസ് 9 EDC ഉണ്ട്. ഓക്കെ അല്ലോ? ശരി. അതില് എത്ര നമ്പർ വോട്ടർമാരാണ് രജിസ്റ്റർ 17A രജിസ്റ്റർ ചെയ്തത്? 710 ആൾക്കാർ. 700, അതായത് എന്താ പറയണത്, 710 പേര് 1137 പേരില് വന്ന് വോട്ട് ചെയ്തു നടത്തും. അതാണ് 17A മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ അല്ലോ? പിന്നെ അതിൽ എത്രണ്ണം നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ ദ റൂൾ 49O 3 പേര്. അപ്പൊ അത് മൈനസ് ചെയ്യേണ്ടി വരും. പിന്നെ എത്ര നോട്ട് അലൗഡ് എത്ര ഉണ്ട്? 1. അപ്പൊ 4 മൈനസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് ശേഷം പോകുന്നത് ടോട്ടൽ ടെസ്റ്റ് വോട്ട് 1 വന്നു. പിന്നെ ആ ടെസ്റ്റ് വോട്ടിന്റെ ഇത് പറയണേ ഏത് 7ാമത്തെ കാൻഡിഡേറ്റിന്റെ പേര് എത്ര വോട്ട് കിട്ടി അത്. അപ്പൊ 4 വോട്ട് നമുക്ക് അതിനകത്ത് നിന്ന് മൈനസ് ചെയ്യണം. ആ 4 വോട്ട് മൈനസ് ചെയ്തിട്ട് 710 4 പോയാൽ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് റെക്കോർഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. വോട്ടിംഗ് മെഷീനിൽ എത്ര വോട്ടുകൾ ഉണ്ടാവുക? 706 വോട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലോ? ശരി. എന്നിട്ട് പറയാണ് അത് ടാലി ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ യെസ് ഇറ്റ് ടാലീസ് എന്ന് പറഞ്ഞു കൊടുത്താൽ പക്ക. പിന്നെ അതിനകത്ത് യാതൊരു സംശയമില്ല. അടുത്ത കോളം നോക്കാം. ഇതിനകത്ത് പറയാണ് തന്റെ ബാലറ്റ് പേപ്പർ നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടിയതിന്റെ നമ്പർ നമ്മൾ എഴുതുകയാണ്. 20 തരും. ആ 20 നമ്പർ നമ്മൾ എഴുതി. പിന്നെ എന്ത് ചെയ്തു? അത് യൂസ്ഡ് ഉണ്ടോ? ഉണ്ട്. 2 യൂസ് ചെയ്തു. 201 202. അപ്പോ യൂസ് ചെയ്യാത്ത എത്ര ഉണ്ടാവും? 12. 203 മുതൽ 220 വരെ. പിന്നെ ചോദിച്ചാണ് പേപ്പർ സീൽ ഏതൊക്കെ തന്നത്? അത് യൂസ് ചെയ്തിട്ടുണ്ടോ? അൺയൂസ്ഡ് പേപ്പർ സീൽ ഉണ്ടോ? അത് ഏതൊക്കെയാണ്? ഡാമേജ് പേപ്പർ സീൽ ഉണ്ടോ? അത് ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം ഉണ്ട്. എന്നിട്ട് അവിടെ സിഗ്നേച്ചർ പോളിംഗ് ഏജന്റിനെ കൊണ്ട് ഇങ്ങനെ 1 2 3 നമ്പർ ഇട്ട് ഒപ്പിടിക്കണം. അതിന്റെ ഓരോ കോപ്പി ആർക്കൊക്കെ കൊടുക്കണം? നമ്മുടെ പോളിംഗ് ഏജന്റുമാർക്ക് കൊടുക്കണം. ഇത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എന്നിട്ടാണ്. ഇത് നോക്കിയൊക്കെ വിവിപാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്.
പ്രിസൈഡിംഗ് ഓഫീസറുടെ അത് അനക്സർ 7 ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സാധനം അത് ഇതൊന്നും ചർച്ച ചെയ്തിട്ട് വെറുതെ നമ്മൾ സമയം കണ്ട ആവശ്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം കെയർ ചെയ്യേണ്ട 1-2 കാര്യങ്ങളും ഒന്നുകൂടി റിമൈൻഡ് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നിങ്ങളെ പോളിംഗിന്റെ തലേന്ന് വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് 4 പേർ ഒത്തൊരുമിച്ച് കൂടി സാധനം വാങ്ങിച്ച് പോൾ മാനേജറെ ആക്സസ് ചെയ്തിട്ട് 2 ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് നേരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. പോളിംഗ് ബൂത്ത് മൊത്തം നടന്ന് പരിശോധിച്ചിട്ട് വല്ല എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ട് രാത്രി പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മൂത്രമൊഴിച്ച മുട്ടയിൽ പുറത്തിറങ്ങേണ്ട ആവശ്യമൊക്കെ അങ്ങനെ പോകുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് ചിരവലിച്ചിട്ടാവുക. പിന്നെ പറഞ്ഞത് മോബോൾ ചെയ്യേണ്ടത് അമ്പണ്ണം ചെയ്യണം. അമ്പണ്ണം ചെയ്യുമ്പോൾ അത് നമ്മൾ പറഞ്ഞെന്ന മാതിരി തന്നെ ചെയ്യാം. അതിന് ശേഷം കംപ്ലീറ്റ് CRC ചെയ്യാം, ക്ലോസ് റിസൾട്ട് ക്ലിയർ ചെയ്യാം. അതിന്റെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ 17A എഴുതുക. 17A ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മെയിൻറ്റെയിൻ ചെയ്ത് പോയതിനു ശേഷം അതിൻ്റെ ഇടയിൽ ടെൻഡഡ് വോട്ടർ, ചലഞ്ച് വോട്ടർ, പിന്നെ ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ അത് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു, EDC എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു, ASC എന്താ ബന്ധം ചെയ്യുന്നത് പറഞ്ഞു, അത് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു. അതിനകത്തും സംശയമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചത് പിന്നെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്പർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ അവസാനിപ്പിച്ചിട്ട് എല്ലാവരെയും ക്ലോസ് ചെയ്തിട്ട് സീൽ ചെയ്തു. കൺസേൺഡ് നമ്മൾ ബോക്സിലേക്ക് കൊണ്ടു. ബോക്സിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ 17C മെയിൻറ്റെയിൻ ചെയ്തു. അതിൻ്റെ ഓരോ കോപ്പി ഏജൻസിന് കൊടുത്തു. ബാക്കിയുള്ള കോപ്പികൾ നമ്മുടെ കൺസേൺഡ് നമ്മുടെ റിസീവ് സെൻറ്ററിൽ ഏൽപ്പിക്കണം. ഇത്രയും പരിപാടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. റിസീവ് സെൻറ്ററിൽ പോൾ മാനേജറുടെ അവസാന ചോദ്യത്തിൽ കൂടി മറുപടി കൊടുത്തു. നിങ്ങൾ എത്തിയോ? യെസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. തടി സലാമത്തായി നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോകാം. അപ്പോൾ ഇത്രയും നേരം ഈ പരിപാടി സശ്രദ്ധ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക്സ്.